എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വെറൈറ്റി ആണ്, പക്ഷെ നമ്മുടെ തനി നാടനായിട്ടുള്ള ഒരു ഡിഷാണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാടൻ കോഴിക്കറി. കോഴിക്കറി എന്ന് പറഞ്ഞാൽ വെറും കോഴിക്കറിയല്ല, നാടൻ കോഴി വറുത്തരച്ച് വെച്ചത്. അതായത് നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ കാർന്നമാരൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ പഴമയുടെ ഒരു രുചിയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പൊ നമുക്ക് നാടൻ വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. ഇത് അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചെറിയുള്ളി, കറിവേപ്പില, കുരുമുളക്, പിന്നെ ഇത് നമ്മുടെ വറ്റൽമുളക്, പിന്നെ പെരിഞ്ചീരകം, ഒരു 2-3 ഗ്രാമ്പു. പിന്നെ ഈ സവോള നമ്മൾ ചിക്കൻ വേവിക്കാൻ വെക്കുമ്പോൾ അതിനകത്തിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് നമ്മൾ നാടൻ ചിക്കൻ ചെറിയ പീസാക്കി കഴുകി നന്നായിട്ട് കുക്കറിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് 2-3 വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം നാടൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട്. അപ്പം നമുക്കിനി ഇത് വേവിക്കാൻ എന്തൊക്കെയാണ് ഇതിനകത്തേക്ക് വെക്കേണ്ടതെന്ന് നോക്കാം. അതിൽ തന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത്തിരി വേണ്ട, കുറച്ച് ഇറച്ചിയെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം മതി. പിന്നെ കുറച്ച് മുളക് പൊടി. ഇത് നമ്മൾ വറ്റൽമുളക് ഇടുന്നതുകൊണ്ടും വറുത്തരച്ച് കറിയായതുകൊണ്ടും പിന്നെ കുരുമുളകൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി എരിവിൻ്റെ ആവശ്യം ഇവിടെ ആഡ് ചെയ്യണ്ട. ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ആകട്ടെ ഇതിൻ്റെ ഹൈലൈറ്റ്സ്. നമുക്ക് നാടൻ കറിയാകുമ്പോൾ മല്ലിപ്പൊടി ചേർക്കണം. ഇവിടെ നമ്മൾ കുറച്ച് ചേർത്താൽ മതി. നമുക്ക് തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ കൂടുതലിടാം. ഇനി ആവശ്യത്തിന് വരുന്ന ഉപ്പ്, കറിവേപ്പില. ഇതിന് അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചെടുത്ത ജാറിൻ്റെ കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് വേഗം വെക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച കറി ആയതുകൊണ്ട് നമ്മൾ വേറെ സവോള ആഡ് ചെയ്യുന്നില്ല. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ഒരു സവോള എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ അധികം സവോളയുടെ ആവശ്യമില്ല. പിന്നെ വേണ്ടുന്ന നമ്മുടെ ചിക്കൻ നമ്മൾ വേഗം വെച്ചിട്ടുണ്ട്. 2-3 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാവേ. അപ്പം ചിക്കൻ വേകുന്ന നേരം കൊണ്ട് നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങ മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഇരുന്നിച്ചിട്ട് നല്ല ചൂടായി ഇരിപ്പുണ്ട്. അതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ കുറച്ച് മൂപ്പായി കഴിയുമ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് തേങ്ങ ഇളക്കി ഒരു പകുതി മൂപ്പാവോളം ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം കുറച്ച് മൂപ്പായിട്ടുണ്ട്. ചെറിയ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ചെറിയുള്ളി ഇത് ഞാൻ 4ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പും കൂടെ. പിന്നെ നമ്മൾ മല്ലിപ്പൊടി എല്ലാം മല്ലിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും നാടൻ മല്ലി കിട്ടുമെങ്കിൽ അതാണ് നമ്മുടെ വറുത്തരച്ച കറികൾക്ക് എപ്പോഴും ടേസ്റ്റ് കൂട്ടുന്നത്. പ്രത്യേകിച്ച് കോഴിക്കറിക്കൊക്കെ. ഇവിടെ കിടന്ന് മൂക്കട്ടെ. ഇനി നന്നായിട്ട് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ തേങ്ങ പെട്ടെന്ന് കരിയും കേട്ടോ. ഇനി നമ്മുടെ തേങ്ങ ഏകദേശം ഒരു പകുതി മൂപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻ്റ് ആയ പെരിഞ്ചീരകം, ഗ്രാമ്പു, 4 വറ്റൽമുളക്, കുരുമുളകൊക്കെ എരിവ് കൂടുതൽ വേണ്ടുന്നവരെ ഇങ്ങനെ കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പം കുറച്ച് കുരുമുളക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്താവേ. നമ്മൾ പൊടി യൂസ് ചെയ്യുന്ന മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ അതുകൊണ്ട് നമുക്കിത് വാങ്ങാറായി കഴിയുമ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകുവേ. ഇതും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വരട്ടെ.
ഇത് നമ്മുടെ തേങ്ങ ഇതുണ്ടോ, ഇനി ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ കയറാൻ തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ പൊടികളും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ മല്ലിപ്പൊടിയാണ് നമ്മുടെ ചിക്കനൊക്കെ വറുത്തരച്ച് വെക്കുന്നതിൻ്റെ ഹൈലൈറ്റ്സ്. പച്ചമല്ലി കിട്ടുമെങ്കിൽ അതറിയാം. നമ്മളിപ്പം മല്ലിപ്പൊടിയാണ്, നാടൻ മല്ലി പൊടിച്ചതാണ് കേട്ടോ. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾ പൊടി മതി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അവിടെ മഞ്ഞൾ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. വറ്റൽമുളകിന് കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട്. കറിക്ക് അത്യാവശ്യം എരിവ് കാണും. നല്ല സ്പൈസി ആയിട്ട് വേണ്ടുന്നവർക്ക് മുളക് പൊടിയുടെ അളവ് ഉണ്ടാവേ. ഇനി അധികം തീ വേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ച് നമുക്ക് ഇനി കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി പിന്നെ നമ്മുടെ തേങ്ങ മൂപ്പായിട്ടുണ്ടല്ലോ. ഈ ഒരു മൂപ്പി നമ്മൾ വാങ്ങണേ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ തേങ്ങയുടെ രുചി, തേങ്ങയുടെ മൂപ്പിലാണ് നമ്മുടെ കറിയുടെ രുചി ഇരിക്കുന്നത്. തേങ്ങ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ രുചി പോവും. അപ്പോൾ ഈ ഒരു മൂപ്പി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാവേ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ശേഷം ചട്ടി കരിയാതിരിക്കാൻ വേണ്ടി മാത്രം. ചട്ടി ചൂടായിട്ട് നമുക്കിതിലേക്ക് കടുകല്ല, ഒരു ഇച്ചിരി പെരുംജീരകമാണ് നമുക്കിനി ഇതിലേക്ക് നമ്മൾ വറുത്ത് അരച്ച് വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല വെള്ളമില്ലാതെ നല്ല തിക്കായിട്ട് വേണം അരയ്ക്കാൻ. അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിലും വലിയ വെള്ളത്തിന് ചവ വരാതെ ഒരു കുറച്ച് മാത്രമേ. നമ്മൾ അരച്ച് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ബാക്കി ഇതിലേക്ക് നമുക്കിപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാവേ, ഇപ്പം തേങ്ങ അടി പിടിക്കാതെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇതാ നമ്മുടെ തേങ്ങയുടെ ആ ഒരു മൂപ്പ്, ഇതിൽ കൂടുതൽ മൂത്ത് പോയി കഴിഞ്ഞാൽ ആ ടേസ്റ്റ് മാറുവേ. നമ്മൾ അധികം അരയ്ക്കുന്ന ടൈമിലോ ഒത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും തേങ്ങയുടെ ആ ഒരു കളർ മാറി വെള്ള കളറിലേക്ക് വരും. നമ്മൾ അറിഞ്ഞ് ജസ്റ്റ് അങ്ങനെ അരയാൻ വേണ്ടി മാത്രം ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ചെയ്യാവുന്നേ. ഈ ഒരു മൂത്ത് വരുന്ന ഒരു ടൈമിൽ നമുക്കൊരു കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. എന്നോട് നമ്മുടെ കപ്പ ബിരിയാണിയുടെ വീഡിയോ ഇട്ടതിനടുത്ത് കുറേ പേരോട് ചോദിച്ചു നമ്മൾ മധുരം ആഡ് ചെയ്യുമോ, മധുരം വരുവേരെയെന്ന്. നമ്മളിത് മധുരത്തിന് വേണ്ടിയിട്ടല്ല, ആ ഒരു ഉപ്പും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആകാനും. ഇനി അരപ്പിനകത്തേക്ക് നമ്മൾ ഷുഗർ ചേർത്ത് കൊടുത്ത് കഴിയുമ്പം നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ കളറും കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആയി നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഒത്തിരി ആഡ് ചെയ്യരുത്, കുറച്ച് മാത്രമേ ആഡ് ചെയ്യാവുള്ളേ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ചാറ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ആ സ്റ്റിപ്പേ നമുക്ക് കുറച്ച് പീസുകളും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ല വെന്ത് നല്ല കണക്ക് വേവായിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. തേങ്ങ ആയതുകൊണ്ട് തിള വരുന്നതുകൊണ്ട് കൈകളൊക്കെ തിരിക്കാതെ സൂക്ഷിച്ച് വേണം.
പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. എല്ലാം പിടിക്കും. നാടൻ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ വറുത്തരച്ച കറിയും കൂടി ആകുമ്പോൾ പറയണ്ടാണല്ലോ അല്ലേ. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല പാലപ്പവും ആണ്. വറുത്തരച്ച കറിയാണെങ്കിൽ പിന്നെ പറയണ്ട. ഇതിലേക്ക് കുറച്ച് കറി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി വേണ്ടുന്നവർക്ക്, മല്ലിയില വേണ്ടുന്നവർക്ക് മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നു കേട്ടോ. ഞാൻ മല്ലിയില ആഡ് ചെയ്ത് നാടൻ ചിക്കൻ കറി ആയതുകൊണ്ട് ആ മല്ലിയിലയുടെ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് അതൊരു നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറുമേ. പിന്നെ കുറച്ച് ഗരം മസാല. ചിക്കൻ കറി കുറച്ച് ലൂസായിട്ട് വേണം. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇതുണ്ടോ നമ്മുടെ ആ മിക്സിയുടെ ജാറും കുക്കറൊക്കെ കഴുകിയ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തേങ്ങ വറുത്തരച്ചതിൻ്റെ ഇച്ചിരി കൂടെ കഴിയുമ്പം ഉറുകും. അപ്പം ഇപ്പോൾ ഒരിച്ചിരി ലൂസി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി തണുത്ത് കഴിയുമ്പം ഇവിടെ കറക്റ്റ് ആ ഒരു പാകത്തിന് ചിക്കൻ കറി കിട്ടുള്ളൂ. ഉപ്പോ എരിവൊക്കെ വേണ്ടുന്നവർക്ക് ഈ ഒരു ടൈമിൽ നോക്കാം. എരിവ് വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. നമുക്ക് ഈ ഒരു എരിവ് മതി. ഉപ്പൊക്കെ നോക്കി ആഡ് ചെയ്യാവേ. ഈ ഒന്ന് ജസ്റ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി അടുപ്പിൽ നിന്ന് തിളയ്ക്കാൻ തുടങ്ങി. നമുക്ക് ഈ ഒരു ടൈമിൽ ഇത് വാങ്ങി വെക്കാവേ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വറുത്തരച്ച കോഴിക്കറി എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പം എല്ലാവരും ഇത് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നുവെച്ചാൽ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഈ റെസിപ്പി നമുക്ക് പാലപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ ഒക്കെ കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ നാടൻ കോഴിക്കറിയിൽ നിന്ന് പറയണം കേട്ടോ. പിന്നെ അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തണേ. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ആ കമന്റ്സ് നമുക്കൊന്ന് താഴെ ഒന്ന് പറയണം കേട്ടോ. എങ്കിലും നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ ഇനി പുതിയ ഡിഷസ് എന്തെങ്കിലും നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു ഡിഷസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പൊ ഇനി എന്തെങ്കിലും ഒരു ഡിഷസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ നമുക്ക് അതും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം ഇനി വേറൊരു വീഡിയോയുടെ കാണുന്നതിന് വരെ ബൈ.